ശതമാന സ്വർണ്ണക്കൊള്ളയിൽ സന്നിധാനത്ത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധന പൂർത്തിയായി. കട്ടിളപ്പാളി, ദ്വാരപാലക ശില്പം, തൂണുകൾ എന്നിവയിൽ നിന്നുള്ള സ്വർണ്ണ സാമ്പിളുകൾ ശേഖരിച്ചു. ഇതിനിടെ ബെല്ലാരിയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ട് പരിശോധന നടത്തി. കേസിൽ സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. ഇന്നലെ നട തുറന്നതിന് പിന്നാലെ സന്നിധാനത്ത് തുടങ്ങിയ SITയുടെ പരിശോധന ഇന്ന് വൈകിട്ടോടെയാണ് പൂർത്തിയായത്. തൂണുകളിൽ നിന്നും ദ്വാരപാലക ശില്പത്തിൽ നിന്നും സ്വർണം ഇളക്കി മാറ്റിയതിന് പിന്നാലെ ഇന്ന് ശ്രീകോവിലിന് മുന്നിലെ കട്ടിളപ്പാളിയിൽ നിന്നും സ്വർണം ഇളക്കിയെടുത്തു. എക്സിക്യൂട്ടീവ് ഓഫീസറുടെ മുറിയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് സ്വർണ്ണപ്പാളികൾ പരിശോധന നടത്തി. സ്വർണ്ണപ്പാളികളുടെ അളവും തൂക്കവും പരിശോധിച്ചു. കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ അളവിൽ സാമ്പിളുകൾ ശേഖരിച്ചു. ലീഗൽ മെട്രോളജി വിഭാഗത്തിലെ ജീവനക്കാരുടെ സഹായത്തോടു കൂടിയായിരുന്നു പരിശോധന. സാമ്പിളുകൾ വിദഗ്ധ കേന്ദ്രത്തിലേക്ക് അയക്കും. ഇളക്കിയെടുത്ത പാളികൾ പുനഃസ്ഥാപിച്ചു. SP ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന. ബെല്ലാരിയിൽ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന്റെ ബാങ്ക് ഇടപാട് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചു. 5 അംഗ സംഘമാണ് ബെല്ലാരിയിൽ എത്തിയത്. അതേസമയം കേസിൽ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. കേസിലെ 12ാം പ്രതിയാണ് പങ്കജ് ഭണ്ഡാരി. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.